What do you want? എന്താ വേണ്ടെന്ന്? കൊച്ചിനെ ഡാൻസിന് ചേർക്കാൻ വന്നതാ. Oh, go and inquire. Yeah. ലച്ചു എന്താ? ജെന്നിഫർ എൻ്റെ അനിയത്തിയാണ്. നല്ലൊരു ഡാൻസർ ആക്കണം. പറ്റിയൊരു ടീച്ചർ നോക്കി കിട്ടിയില്ല. നല്ല ട്രെയിനിങ് കൊടുത്താൽ ജെന്നി മാസാകും. എന്താകും? മാസ്. തൽക്കാലം ഇവിടെ അഡ്മിഷൻ ഒന്നും ഇല്ല. അയ്യോ അങ്ങനെ പറയരുത്. വിജയണ്ണന്റെ കൂടെ അഭിനയിക്കേണ്ട കുട്ടിയാണ്. കുട്ടി വിചാരിച്ചാൽ പ്ലീസ് ചേച്ചി, പ്ലീസ്. അയ്യോ പാവം, കണ്ടില്ലേ? ഓക്കെ. ആഴ്ചയിൽ 3 ദിവസത്തെ ക്ലാസ്, 2 മണിക്കൂർ വീതം. ഓ എന്നാ പോയിക്കോ. അല്ല ഇനി മോളെ കൊണ്ടുപോകാൻ വന്നാൽ മതി. അല്ല ഫീസ് പറഞ്ഞില്ല? 2000 rupees per month. നല്ല വരുമാനമുള്ള പരിപാടിയല്ലേ? പിന്നെ എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റിംഗ് ഇവിടെ വേണ്ട. വേണ്ട അല്ലേ? വേണ്ട. ഉണ്ടെങ്കിൽ വേണ്ട അല്ലേ? വേണ്ട. എന്തൊരു ചാടാടാ അവൾക്ക്? കുറച്ച് സൗന്ദര്യം ഉണ്ടായി പോയി, അതിന്റെയാ. പിന്നെ അത്രയ്ക്ക് ചാടൊന്നുമില്ല അവൾക്ക്. ഉണ്ട്, അവക്ക് ജാടയുണ്ട്, അവിടെ തന്തയ്ക്കും ജാടയുണ്ട്. അത് കറക്റ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ പോലെ ഒരു എച്ചിക്ക് ഇത്രയും പണവും സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂ? എടാ പണവും സൗന്ദര്യവും കണ്ടോന്നല്ല. പിന്നെ എടാ അവള് നമ്മളെ വിജയണ്ണനെ സ്ക്രീനിൽ കണ്ടപ്പോ വിസിലടിച്ചില്ലടാ. അത് കറക്റ്റ്. അതുകൊണ്ടാ. എന്നാ പിന്നെ നമ്മുടെ ഫാൻസിലെ നാൻസി ഉണ്ട്, അവള് പഠിക്കും ഫിസിൽ നല്ലവൾക്ക്. നിനക്ക് പിന്നെ അവളെ കിട്ടിക്കൂടെ? നാൻസി വേണമെങ്കിൽ നീ അങ്ങ് കിട്ടിയാ മതി. അതിന് അവള് സമയം. എന്റെ പൊന്ന് സാറേ, അവളുടെ മനസ്സിൽ കയറാനുള്ള പല വഴിയും പറഞ്ഞു. മനസ്സിൽ കയറാനൊരു വഴിയുണ്ട്. എന്തുവാ? ഓപ്പറേഷൻ ചെയ്താൽ മതി. പക്ഷെ അത് പണ്ട് എൻ്റെ കാര്യത്തിൽ അത്ര വർക്കൗട്ട് ആയില്ല. പക്ഷെ പേടിക്കണ്ട, നിന്റെ കാര്യത്തിൽ ശരിയാവും. അച്ചുപൊട്ടി കൊള്ളാലോടെ സൈമ, നിനക്ക് തന്നെ എവിടുന്ന് കിട്ടി? സാബു സാറ് തന്ന. സാബു? ഏത് സാബു? അപ്പൻ്റെ കൂടെ പഠിച്ച സാബു സാർ. എന്റെ കൂടെ പഠിച്ച സാബു? സാബു ചേ. ഓ സാബു. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ എസ്ഐയുടെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണമുണ്ട്. പക്ഷെ അത് കടിക്കത്തുമില്ല, കുരക്കത്തുമില്ല. നമുക്ക് ഇവനൊരു പേരിടാം. അതെ, പേരൊക്കെ ഇതിന് ഓൾറെഡി ഉണ്ട്. റൗഡേ. ഈ പേര് നമുക്ക് വേണ്ട. ഒരു പോലീസുകാരന്റെ വീട്ടിൽ റൗഡി എന്നുള്ള പേര് ശരിയാവില്ല. പാലുടിച്ച് തീർത്തോ? എങ്കിൽ ചോറ് കൂടെ കൊടുക്കാം. എടി, ഈ പട്ടി ചോറും കറിയൊന്നും കഴിക്കില്ല. നോക്കട്ടെന്ന്. കഴിക്കില്ലെന്ന്. ഇതിന് ചില പ്രത്യേക ആഹാരമൊക്കെ ഉണ്ട്. ഈ പട്ടിക്ക് ഭയങ്കര ചെലവാണ്. പട്ടിന്ന് വിളിക്കല്ലപ്പാ. പട്ടിയെ പിന്നെ പട്ടി എന്നല്ല പ്രവാരം പിള്ളേ വിളിക്കാൻ പറ്റൂടാ. റൗഡി അത്ര സുഖമില്ല, വല്ല മണിന്നാ കുട്ടാന്നാ വിളിക്കാം. ഓ ജാതി സ്നേഹം. എന്നാ പിന്നെ നിന്റെ തന്തയുടെ പേരും കിട്ടാം, രാധാകൃഷ്ണൻ. എന്താ എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ, ഇന്ന് മുതൽ ഞാൻ ഈ പട്ടിയെ ജോണി എന്ന് വിളിക്കും. നിങ്ങളുടെ അപ്പാപ്പന്റെ പേര് കണ്ടിട്ട് അതായി പട്ടിക്ക് ആയിരുന്നു. 10 സെക്കൻഡ് ആയല്ലോ, കാണാനില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് പറഞ്ഞോ മോളെ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല. എന്തു പറ്റി? പെറ്റുപോയി. പെറ്റുപോയോ? സൈമ, റൗഡി, പട്ടി, പെറ്റ്. ഓ റൗഡി. ഞാൻ വിചാരിച്ചു മറ്റേ പേറ്റാണെന്ന്. അതവിടെ പോയി? ഇന്നലെ മുതൽ കാണാനില്ല. അയ്യോ, ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കണം. ഓ സാഡ് ന്യൂസ്. എന്നാ ശരി. പോവാണോ? അല്ല ഹലോ. സൈമ, നമുക്ക് റൗഡിനെ കണ്ടുപിടിച്ചു കൊടുത്താലോ? കണ്ടുപിടിച്ചു കൊടുക്കാം. എന്താ? ഈ റൗഡി മോഷണം പോയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. 1-2 പട്ടിക്കളന്മാരെ എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ ഒന്ന് വരേണ്ടി വരും. എന്താ? അല്ല, ഈ ഹച്ച് പട്ടികളെല്ലാം ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാ. ഒഴിഞ്ഞു പോണമെന്ന് പറഞ്ഞ ഗുണ്ടകൾ നിരങ്ങയാണ് സാറേ.
രാത്രി കിടന്നുറങ്ങാൻ പാങ്ങില്ല. വേറെ പോവാൻ ഇടമില്ലാത്തോണ്ടാ സാറേ. സാർ എന്തിനേലും ചെയ്യണം. ഈ പറയുന്ന സ്ഥലം അർജുനൻ പിള്ളയുടെ പേരിലുള്ള സ്ഥലമല്ലേ? അല്ല സാറേ, അയാളത് കള്ളപ്രമാണം ചെയ്തതാ. അപ്പനപ്പാപ്പന്മാര് മുതൽ ഞങ്ങൾ കയറി കിടക്കണ ഇടമാണ് സാറേ. അല്ല, നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് പട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ. ഇല്ല സാർ. അല്ല, അതില്ലാണ്ട് ഈ പട്ടയില്ലാണ്ട് എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാർ അങ്ങനെ പറഞ്ഞ കൈയൊഴിയല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെല്ല്. ഞാൻ അങ്ങോട്ടേക്കൊന്ന് വരാം. ഞാൻ അവിടെ വന്ന് സ്ഥലം നോക്കാം. നിങ്ങൾ ധൈര്യമായിട്ടില്ല വിട്ടോ. കഴിക്കണം. അലക്സേ, പാർട്ടിയുടെ കാര്യം ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലക്സ് തന്നെ മത്സരിക്കണം. അതാവുമ്പോൾ ജോൺ സാറിൻ്റെ ഒരു സെന്റിമെന്റ്സ് കൂടെ നമുക്ക് വോട്ടാക്കി മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കാം. അച്ഛനോട് ഞാനത് എത്ര നാളായിട്ട് പറയുവാ, ജോലി രാജിവെച്ചിട്ട് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അതല്ലേ നല്ലത്. പക്ഷെ പറഞ്ഞ കേൾക്കണ്ടേ? എൻ്റെ സോഫി, നീ പറയുന്ന പോലെ അല്ല രാഷ്ട്രീയം. അമ്മ ഒരു ചരിത്രം കാണിക്കുന്ന ഒരു കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഫീൽഡിൽ. അലക്സേ, അതല്ല, ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. മൊത്തത്തിലത് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ കഴിക്കും. കറക്റ്റ് സമയം ഉച്ചകൊണ്ട്. സാറേ, ആ സൈമ വാടാ, കയറി വാടാ. അല്ല ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം സാറേ. വാടാ, കഴിക്കടാ. അല്ല ഞങ്ങൾ കഴിച്ചാ വാന്ന്. സാറ് വിളിക്കുന്നില്ല. കഴിച്ചെങ്കിൽ അങ്ങോട്ട് ഇരുന്നോ. കഴിക്കാൻ വിളിച്ചിട്ട് 2 പ്ലേറ്റ് പൊറോട്ടയും ബീഫും ഇപ്പം കയറ്റിട്ടല്ലേ ഉള്ളൂ. രാവിലെ അല്ലേ? നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ. നല്ല ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫ്രൈ? ചിക്കൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ചൈൽഡ് മിസ്സിംഗ്. ഹിന്ദിയാണോ? ഇംഗ്ലീഷാ. ഓ അലക്സേ, ഏതാ പിള്ളേർ? നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരാണ്. ഡീ, നീ നിന്റെ പരീക്ഷ റിസ്കറി അങ്ങ് വിളമ്പി കൊടുത്തേ. അച്ഛൻ കഴുകിയിട്ട്. പുള്ളിയുടെ അപ്പന്റെ ഫോട്ടോയാ. ആ, സാറിനെ പോലെ തന്നെ ഉണ്ടല്ലേ. എൻ്റെ അപ്പൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലടാ ബിജു, നല്ലത്. അല്ല, എന്റെ അപ്പന് വേറെ ലുക്കാ. അതൊന്നും അന്വേഷിക്കണല്ലോ. സാറേ, കേക്ക് സാറുണ്ടാക്കിയാണോ? കഴിച്ചു നോക്ക്. വൈനൊന്നുമില്ലേ സാറേ? ടീച്ചർ വൈനിങ് എടുത്തേ. എന്താണ് കാര്യം? ഒരു കേസും അങ്ങോട്ട് വരത്തില്ലല്ലോ. സാറേ, നമ്മുടെ മറ്റേ കട്ടൗട്ടിൻ്റെ കാര്യം. ഏത് കട്ടൗട്ട്? വിജയന്റെ കട്ടൗട്ട്. സാറേ, ഇത്തവണ ഭീമാവളി നൗഷാദ് വെക്കണേക്കാട്ടി 3 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വയ്ക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സാറൊന്ന് സഹായിക്കണം. കട്ടൗട്ട് വെക്കുന്നത് ഞാൻ സഹായിക്കാനാണ്. സാർ ഒരു 15,000 രൂപ തന്നാൽ അതൊരു സഹായമാവല്ലോ. അയ്യോ, 15,000 രൂപയോ? 15,000 രൂപ ഇത്ര വലിയ വിഷയമാണ് സാറേ? ആ വിഷയമാണ്. 500,000 ഒക്കെ ചോദിക്കുന്ന പോലെയാണല്ലോടാ. 500,000 ഞങ്ങൾ വേറെ അടുത്തും പോയത്. സാറിന്റെ അടുത്ത് വരുമോ? ആ എസ് ഐ സത്യം പറഞ്ഞത് സത്യ. എന്ത് സാറേ? നിനക്കൊക്കെ പ്രാന്താന്ന്. സാറേ, എല്ലാവരും തന്നെ സാറിങ്ങനെ പറയരുത്. ഞങ്ങൾ വിജയന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ സാറേ? സാറേ, ഈ കട്ടൗട്ടൊക്കെ വെച്ചൊന്ന് സ്റ്റാർ ആയാല് ഭൈരവ റിലീസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫോട്ടോഷൂട്ട് കിട്ടും. സാറേ, കഷ്ടമുണ്ട്. സാറൊന്ന് സഹായിക്കണം പ്ലീസ് സാറേ. മതിയായിരുന്നു മതി. 15,000 രൂപയുടെ കേസല്ലേ? ഇനി അതിന്റെ പേര് നിങ്ങളുടെ ജീവിതാഭിലാഷം നടക്കാണ്ടിരിക്കണ്ട. താങ്ക് യു സാർ. സാറുടെ മൊത്തത്തിൽ കഥറല്ല. സാർ സീരിയസ് ആയിട്ട് മന്ത്രിയാൻ പോയാണ്. ആ, അങ്ങനെ ഒരു ആലോചനയുണ്ട്. സൂപ്പർ ആയിരിക്കും, മാസ്. സാറ് നിൽക്കണം. സാറ് നിന്നാൽ ഈ തിരുവനന്തപുരത്ത് വിജയണ്ണനെക്കാട്ടും വലിയ കട്ടൗട്ട് ഞങ്ങൾ സാറിന് വേണ്ടി വെക്കും. മതിടാ, മതി. തള്ളിയത് മതി. ഇല്ല, ഓറാക്കണ്ട. അല്ലല്ല, 15,000 രൂപയുടെ കേസല്ലേ? തന്നേക്കാം. അതല്ല സാറേ, വൈൻ. എടിയാ, വൈൻ കൊണ്ടുവരുവോ? ആ പേഴ്സും കൂടി എടുത്തോ. സാറേ, സാർ എന്തിനാ സാറേ സൈമണെ അടിച്ചത്? നൗഷാദിനെ ഇടിച്ചു സാറേ. എടോ, യുവമാരെ അർജുനൻ മുതലാളിയുടെ അനിയനെ എടുത്തിട്ട് ഇടിച്ചു. അവയിപ്പോൾ പണ്ടങ്ങല്ലെങ്കിൽ ആശുപത്രിയില്ല. നമ്മൾ 2 പൊട്ടിച്ചില്ലെങ്കിലേ അവന്മാർ ഇവനെ കൊന്നുകളയും. അവന്മാരെ കൊല്ലാനെങ്കിൽ വരട്ടെ. അപ്പൊ അറിയാം ഫാൻസിന്റെ പവർ. ഡാ മിണ്ടാരടാ, ചലക്കനാ. ഇവളടുത്തും ചോദിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ട് പൈപ്പിനകത്ത് സത്യം പറഞ്ഞാ പറയുന്നില്ലേ സാർ? ഇപ്പൊ എന്റെ ഇത് കുഞ്ഞിക്കടാ. ശരി സാറേ. എന്തുവാണ് സൈമ? അപ്പൊ സെന്റിമെന്റ്സ് ഉണ്ടോ? ഞങ്ങൾ ഫാൻസുകാർക്ക് താല്പര്യമില്ല. എന്നാ പിന്നെ നീ 2 ദിവസം കൂടെ തന്നെ കിടന്നു സാറേ. ഇവനെ ഒന്നും വിടണ്ട. അല്ലേലും വിടുന്നില്ല. ഓക്കെ. നീ എന്തിനാ തള്ളേ കയറി? ഞാനൊന്നും ചെയ്തില്ല. അവർ ചുമ്മാ കള്ളം പറയാ. സാർ നീ പിടിച്ചില്ല. ചുമ്മാ പറയോ? ഞാൻ പറഞ്ഞില്ല. ഞാനൊന്നും കയറി പിടിച്ചില്ല. സാർ ചുമ്മാ പോ. സാറേ, ഒരു തള്ളേ കയറി പിടിച്ചിരിക്കണം. ഞാനൊന്നും പിടിച്ചില്ല സാറേ. അയാൾ ചുമ്മാ പറയോ? സാറേ, ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. പഴുപ്പ് തീർക്കും. പ്രായം നോക്കണം. ഞാനങ്ങോട്ട് പോയിരുന്നുണ്ട്. നടക്കടാ. സത്യ, എന്താണ് കണ്ടോണ്ടിരിക്കുന്നു? അതെ സാർ. ഇല്ല സാർ. പിന്നെ എന്താണോ? പിന്നെ ഒന്നുമില്ല സാർ. എന്തിനാണ് അവന്മാരെ ഇവിടെ പിടിച്ചു നിർത്തിയാണ്? അത് പിന്നെ സാർ അർജുനൻ മുതലാളിയുടെ. അർജുനൻ മുതലാളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് സാർ. ഇടിയുണ്ടാവും ആശുപത്രിയിലാണ്. മറ്റോ പുണ്യാളൊന്നും അല്ലല്ലോ അവിടെ കിടക്കുന്നവൻ. ഫുൾ ടൈം പെണ്ണും കഞ്ചാവും.
അതവന്റെ ആവശ്യം. ഒന്നുമില്ല സാർ. അങ്ങോട്ട് 2 കൊടുത്തു നന്നായി. നിങ്ങൾ പോകോ. എന്നാ പിന്നെ നൗഷാദും പോയിക്കോട്ടെ സാർ. നീയും പോ സാറേ. നൗഷാദ് അടുത്ത തവണ എടുത്തു. വല്ലപ്പോഴും അല്ലോടോ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങനെ വെറുപ്പിക്കരുത്. താൻ മുടിഞ്ഞു പോ. തനിക്ക് മുട്ട ഞാൻ വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അയാളുടെ പേരിന്റെ തുടക്കം ACPKF. ഇതിലേതെങ്കിലുമാണോ തുടങ്ങുന്നേ? അലക്സ് ജെ. നിങ്ങൾ എന്തിനാ പേര് പറഞ്ഞേ? അത് കണ്ടുപിടിക്കുമ്പോഴല്ലേ എനിക്കൊരു ത്രില്ലുള്ളൂ. സോറി. അപ്പൊ ക്രിസ്ത്യാനിയാണ്. അതെ. ക്രിസ്ത്യാനിയാണെങ്കിൽ ഇവിടുന്നൊരു ബക്കറ്റും ഗ്ലാസും തന്നിടാം. ബക്കറ്റും ഗ്ലാസ്സോ? ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കാൻ പറ്റുമോ? അതിൽ നിന്നും രാത്രിയും പകലും അവൻ വെള്ളം കുടിച്ച മനസ്സ് മാറും. മനസ്സൊന്നും മാറ്റണ്ട, ചോര ഒപ്പിക്കാൻ പറ്റുമോ? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആ വെട്ടുകാട് പള്ളിയിൽ പോയി 3 ആഴ്ച മെഴുകുതിരി കത്തിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് മെഴുകുതിരിയും കത്തിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. സൈമ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ സാർ. ശരി. സാറെന്താ ഇവിടെ? ഞാൻ ജോത്സ്യനൊന്ന് കാണാമെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യം. താനെന്താ ഇവിടെ? ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്നാ. ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ. അല്ലേ പിന്നെ നടൻ വിജയെടുത്ത് ചോദിക്കണം അല്ലേ? പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടാരി CA സാറിനോട് പറയണ്ട. ഡേ എന്തുകൊണ്ട് സോ തന്നെ പിടിക്കല്ലേ? എളുപ്പം എന്തേലും ഒരു ജോലി കിട്ടണം, ഒരു കല്യാണം നടക്കണം. എന്നാലേ യവൻ ഇത്തിരി ഉത്തരവാദിത്വം ഉണ്ടാവും. എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. സ്വാമി ഒന്ന് നോക്കണം. എത്ര സ്വാമി വല്ല കണ്ണ. ആ വലത് കൈ ഒരു മുട്ടയിലേക്ക് വെക്കൂ. ഏത് മുട്ടയിലേക്ക്? ആ കറുത്ത മുട്ടയിലേക്ക്. അധികമർത്തണ്ട, അത് പൊട്ടിപ്പോ. എടാ ഇതൊക്കെ ഒറിജിനലാണോ? ഏയ് ഫോട്ടോഷോപ്പാ സാറേ, കണ്ടറിഞ്ഞൂടെ? ഫോട്ടോഷോപ്പ് ഒന്നല്ല, ഒറിജിനൽ അത്. ഈ ജോൽസിന് പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? പത്മശ്രീ സ്വാമിയുടെ ഭാര്യയുടെ പേര് സാറേ. മതി മതി, കൈയെടുത്തു. കഴിഞ്ഞ മേടം വരെ വളരെ നല്ല സമയമായിരുന്നു നിങ്ങൾക്ക്. ഇനി അങ്ങോട്ട് വളരെ മോശം സമയമാണ്. കഴിഞ്ഞ മേടം വരെ നല്ല സമയമായിരുന്നു. നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയമാണ് നല്ല സമയം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടാൻ പോവുകയാണ്. ഒരു ഇലക്ട്രോണിക് ഉപകരണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ഫോണല്ല, അതവസാനിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവും, ഇല്ലെങ്കിൽ കാണുന്നത് ജീവഹനിയാണ്, മരണം. ആരുടെ മസൂറ തയ്യാറാക്കിയത്? ശരി, ഞാൻ വിളിക്കാം. എന്താടാ സംഭവം? ശരിയാ, തൊണ്ടികൊല്ല കൂട്ടത്തിലായി പൊടും പോയിട്ടുണ്ട്. ഒരുത്തനെ ജീവനോടെ കത്തിച്ച ആരും ഒന്നും അറിയാതിരിക്കാനാ. ആ സാമാനം കത്തിപ്പോയെന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? അങ്ങനെ തന്നെ കരുതിയത്. അതിനകത്തുള്ള എന്തെങ്കിലും പുറത്തു പോയാ എന്റെ താനിക്കോണം നീയൊക്കെ കാണുവേ. അതിന്റെ കസ്റ്റോഡിയൻ യേശുദാസാ. ഏതാ ശാസ്? തമ്പാനൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ. ഇയാൾക്ക് എന്താ കാര്യം? അയപ്പോടെ അയാളുടെ കയ്യിലുണ്ട്. കോണത്തില്